അത് കഴിഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവിന് ബൈപ്പാസ് ഓപ്പറേഷൻ വേണ്ടി വന്നപ്പോൾ രക്തം കൊടുക്കണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞ അപ്പോൾ ആശുപത്രിയിൽ വന്നത് 10 കുപ്പി രക്തം ആവശ്യപ്പെട്ടുള്ളൂ. 100 കണക്കിന് യുവാക്കൾ വന്നത് മുസ്ലിം യുവാക്കളാണ്. എൻ്റെ പിതാവ് എപ്പോഴും പറയും എൻ്റെ ശിരസിൽ ഓടുന്നത് മുസ്ലിം രക്തമാണ്. സജി ചെറിയാൻ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. സജി ചെറിയാൻ്റെ നാട്ടിൽ പ്രളയം ഉണ്ടായപ്പോൾ അവിടെ ഞങ്ങളുടെ നാട്ടുകാർ പോയിട്ടല്ലേ അവരെ രക്ഷിച്ചത്, അല്ലേ? ഒരു കൂലിയും പ്രതിഫലവും ഇച്ഛിക്കാതെ ഇവിടുന്ന് മത്സ്യത്തൊഴിലാളികളടക്കം പോയിട്ടല്ലേ ആ പാവങ്ങളുടെ ജീവൻ രക്ഷിച്ചത്. അപ്പം മതവും ജാതിയും നോക്കിയിട്ടില്ലല്ലോ ഈ സജി ചെറിയാനടക്കം. അന്ന് ജാതി മതം ഒന്നും നോക്കാതല്ലേ അവിടെ ഞങ്ങളുടെ ഈ മലപ്പുറം ജില്ല ഞാൻ പലരുമായിട്ട് പരിചയപ്പെടുന്നുണ്ട്. തെക്കൻ ജില്ലകളിൽ നിന്ന് വന്ന് താമസിച്ച് ഇവിടെ ജോലി ചെയ്യുന്നവർ ഇവിടെ വീട് വെച്ചവർ അവർ പറയാ നിങ്ങളുടെ മലപ്പുറം ജില്ല പോലത്തെ ഒരു ജില്ല ഇന്ത്യ രാജ്യത്തില്ല എന്നാ. ഇത്രയും സാഹോദര്യത്തോടു കൂടി കഴിയുന്ന ഒരു ജില്ല വേറെ ഇല്ല. എനിക്ക് തന്നെ വ്യക്തിപരമായി പല ഉദാഹരണമുണ്ട്. ഞാനൊക്കെ കുട്ടിക്കാലത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളെ പോലെ ഞാൻ കഴിഞ്ഞത്. എൻ്റെ പിതാവിൻ്റെ സുഹൃത്തുക്കളൊക്കെ മുസ്ലിമുകളാണ്. 50 വർഷം മുമ്പ് എൻ്റെ പിതാവിന് ബൈപ്പാസ് സർജറി എടുത്തപ്പോൾ ഞാനൊക്കെ ചെറിയ കുട്ടികളാണ്. അന്ന് എൻ്റെ പിതാവിനെ ബൈപ്പാസ് സർജറിക്ക് ലണ്ടനിൽ കൊണ്ടുപോയത് ഹൈദർ ഹാജി എന്ന് പറയുന്ന അച്ഛൻ്റെ ഉറ്റ സുഹൃത്താണ്. അത് കഴിഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവിന് ബൈപ്പാസ് ഓപ്പറേഷൻ വേണ്ടി വന്നപ്പോൾ രക്തം കൊടുക്കണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞ അപ്പോൾ ആശുപത്രിയിൽ വന്നത് 10 കുപ്പി രക്തം ആവശ്യപ്പെട്ടുള്ളൂ. 100 കണക്കിന് യുവാക്കൾ വന്നത് മുസ്ലിം യുവാക്കളാണ്. എൻ്റെ പിതാവ് എപ്പോഴും പറയും എൻ്റെ ശിരസിൽ ഓടുന്നത് മുസ്ലിം രക്തമാണ്. അപ്പം മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് വിഭജിക്കുന്ന സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ അർഹനല്ല എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ പുറത്താക്കണം. അവർക്ക് അവരുടെ വോട്ട് അവർക്ക് കാലാകാലങ്ങളിൽ കിട്ടിയ വോട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് വർഗീയത വരണ്ടേ? വർഗീയത പറഞ്ഞാലല്ലേ ഇനി എന്തെങ്കിലും കിട്ടൂ. BJPയുടെ B ടീമായിട്ടാണ് ഇപ്പോൾ CPM പ്രവർത്തിക്കുന്നത്. ഒരു കാലത്തും ഏൽക്കില്ല, ഒരു കാലത്തും. ഞാൻ പറയട്ടെ, ഞാൻ UDFൻ്റെ ജില്ലാ ചെയർമാൻ ഏതാ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നായർ ആണ്. DCC പ്രസിഡൻ്റ് ആരാ? VS ജോയ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ഇങ്ങനെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു നാട്ടിൽ എങ്ങനെ ഇവർ സജി ചെറിയാൻ പറഞ്ഞാൽ വല്ലതും യേശുവോ? ഇവിടെ ഞങ്ങൾ ജാതി മതവും നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ഇത്രയും കാലം വോട്ട് ചെയ്ത് എൻ്റെ പിതാവ് പരാജയപ്പെടുത്തിയത് ആരാ? ഇമ്പിച്ചു വാവേ. പൊന്നാനിയിൽ മക്ക എന്നറിയപ്പെടുന്ന, ഇന്ത്യയിലെ മക്ക എന്നറിയപ്പെടുന്ന ഈ പൊന്നാനിയിൽ എൻ്റെ പിതാവ് പരാജയപ്പെടുത്തിയത് ഇമ്പിച്ചു വാവേ. MP അങ്കാരൻ പരാജയപ്പെടുത്തിയത് ഇമ്പിച്ചു വാവേ. TK അംശയെ പരാജയപ്പെടുത്തിയത് MP അങ്കാരൻ. ഇങ്ങനത്തെ നാട്ടിലാണോ ഈ വർഗീയത പറയുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല.